السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا إن الله عليم قدير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. ولي الله قدوتنا معين الدين أسوتنا وغوث الكل عمدتنا ولي الهند أجميري. صلاة الله سلام الله على طه رسول الله. رضا الله على المولى معين الدين ولي الله. كرامته عدت عدا عنايته غدت ندا. هدايته سرت هندا. ولي الهند أجميري. صلاة الله سلام الله على طه رسول الله. رضا الله على المولى معين الدين ولي الله. وروضته لنا جنة بل صارت لنا جنة
لدفع الشر من جنة ولي الهند أجميري صلاة الله سلام الله على طه رسول الله رضا الله على المولى معين الدين ولي الله. സർവാദരണീയരായ ഈ മഹത്തായ സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന ലത്തീഫിയ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സയ്യിദുന മുട്ടം തങ്ങളുപ്പാപ്പ ഹഫിളഹുല്ലാഹു വറഅ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ തണല് അല്ലാഹു ഇനിയും കുറേ കാലം നല്ല ആഫിയത്തോടെ അല്ലാഹു നമ്മെ നയിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റു സാദാത്തുക്കൾ ധാരാളം പ്രഗത്ഭരായ എന്നെക്കാൾ എല്ലാം കൊണ്ട് ഉയർന്നവരായ വലിയ വലിയ ദീർഘകാലങ്ങളിലായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രഗത്ഭരായ ഉസ്താദുമാരുള്ള വേദിയാണ്. അള്ളാഹു ആ ഉസ്താദുമാർക്കും നമുക്കുമെല്ലാം അള്ളാഹു ആ തന്ന ഹല്ല് അള്ളാഹു ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആദരണീയരായ ഉസ്താദുമാർ, ഉമറാക്കൾ, നേതാക്കൾ, മുത്തഅല്ലിമുകൾ, രക്ഷിതാക്കൾ, ജേഷ്ഠാനുജന്മാർ, യുവാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ലത്വീഫിയയിൽ പലപ്പോഴും ക്ഷണിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നു പോകാറുണ്ട്. അതിനെല്ലാം വളരെ പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാപനം ഞങ്ങൾ മുത്തഅല്ലിമുകളായി പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഇവിടെ വലിയ വലിയ പ്രഗത്ഭരായ മുത്തസവ്വിഫീങ്ങളായ വിലായത്തിൻ്റെ മർത്തബയിലൊക്കെ എത്തിയവരായ വലിയ മഹാരഥന്മാരൊക്കെ വന്നുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ മുത്തഅല്ലിമുകളായി പഠിക്കുന്ന സമയത്ത് ലത്തീഫിയയിൽ പരിപാടി നടക്കുമ്പോൾ ഇതുപോലെ സദസ്സിൽ വന്നിരുന്നവരാണ് ഞാനടക്കം ഞങ്ങളിൽ പലരും. അപ്പൊ ആ ഒരു ഓർമ്മ നമുക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മുട്ടം തങ്ങൾ ഉപ്പാപ്പ ഹഫിളഹുല്ലാഹു വറഅ, അതുപോലെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഉസ്താദുൽ അസാത്തീദ് എന്ന ഒരു പേര് നമുക്ക് ആദ്യമായി കേട്ട് പരിചയമുണ്ടായത് അത് ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശരീഅ നവ്വറല്ലാഹു മർഖദ മഹാനവരുകളെ കൊണ്ടാണ് ആ പേര് നാം നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കേട്ട് മനസ്സിലാക്കിയത്. അവരുടെയൊക്കെ ജീവിതകാലങ്ങളിൽ നാം അവരെ സമീപിക്കുകയും അവരെ കൊണ്ട് ബറക്കത്തെടുക്കുകയും
അവരുടെ ഉപദേശം തേടുകയും ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്തവരാണ്. എന്നാൽ അവരുടെ വഫാത്തിന് ശേഷവും അതിനെല്ലാം ശക്തരാണ് അവർ. അല്ലാഹു തആല അവർക്ക് അതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. സവാഉം മഹ്യാഉഹും വമമാതുഹും. ആ മഹാരഥന്മാരായ അഹ്ലുൽ ഖൈറിന്റെയും സ്വലാഹിന്റെയും ആളുകൾ അവരുടെ ഹയാത്തും മമാത്തും എല്ലാം ഒരുപോലെയാണ്, അതിൽ വ്യത്യാസമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതെല്ലാം നാം വേണ്ടതുപോലെ മനസ്സിലാക്കിയെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ ക്ഷണിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഓടിയെത്താറുണ്ട്. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെയധികം ഓടി നടക്കുന്ന ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട പാത്തൂർ സഖാഫി ഉസ്താദ് നിരന്തരം വിളിച്ചു. എനിക്ക് തോന്നുന്ന അവസാനം വിളിച്ചിട്ട് നാവുകൊണ്ട് അവർ നമ്മളെ വെറുത്തില്ലെങ്കിലും കൽബുകൊണ്ട് ചിലപ്പോൾ ഒരു സെക്കൻഡെങ്കിലും വെറുത്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക. പിന്നെ ആ വെറുപ്പ് പോയിട്ടുണ്ടാകും. കാരണം എത്തരം വിളിച്ചിട്ട് ഇയാൾക്ക് എന്താ ഇത്ര ഡിമാൻഡ് എന്ന് ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് പൊരുത്തപ്പെടണം എന്ന് ഞാൻ പറയാം. കാരണം ഒരു നിലക്കും എന്താണ് പറയാന്ന് പറയാൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്താ ചെയ്യാ എന്നൊന്നും പറയാൻ പറ്റാതെ. ഇന്നലെ രാത്രി ഉദ്യാവനം 1000 ജമാഅത്തിന്റെ അവിടെ ഉറൂസിൽ വഅളായിരുന്നു രാത്രി. ഇതിന്റെ നേരെ മുമ്പത്തെ ദിവസം മഞ്ഞനാടി ഉറൂസിന്റെ അവിടെയായിരുന്നു വഅള്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പുത്തൂർ ഘട്ടമനെ അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ അനുസ്മരണ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അവസാനം പിന്നെ പകലിൽ വന്നാൽ മതിയോ? കാരണം ഞങ്ങൾക്കൊരാഗ്രഹമാണ് ഇവിടെ ഒന്ന് വന്നു പോകണം, ഒന്ന് കൂടിപ്പോകണം. സംസാരിച്ചില്ലെങ്കിലും സാരമില്ല. അങ്ങനെ അൽഹംദുലില്ലാ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി അൽഹംദുലില്ലാ ഈ മഹാന്മാരായ സാദാത്തുക്കളുടെയും പ്രഗത്ഭരായ ആലിമീങ്ങളുടെയും ബഹുമാനപ്പെട്ട ശൈഖുന താജു ശരിയ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളായ പലരും ഇവിടെയുണ്ട്, വലിയ പ്രഗത്ഭരും. അപ്പൊ അവരെ കൂട്ടത്തിൽ ഒരുവനായി ഇരിക്കാൻ ഒരവസരം കണ്ടെത്താനാണ് സാധുവായ ഞാൻ ഇവിടെ എത്തിയത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മഹത്തായ സദസ്സുകൊണ്ട് കിട്ടാവുന്ന എന്തെല്ലാം ഖൈറാത്തുണ്ടോ രണ്ട് ലോകത്തും നമുക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള എല്ലാ ഖൈറാത്തും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് മുഅ്തിസുൽ അത്വാഇർ റസൂൽ ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ ആണ്ട് നേർച്ച ഓരോ റജബ് മാസം പിന്നിടുമ്പോഴും അതിവിപുലമായ രീതിയിൽ തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മുറ്റത്ത് നടത്തി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ കുറിച്ച് പഠിക്കുകയും ആ സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞ് അത് കേട്ട് ആ സ്വാലിഹീങ്ങൾ മുഖേന സൃഷ്ടാവായ യജമാനനായ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നതാണ്. ആ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ അവരെല്ലാം യജമാനനായ അള്ളാഹുവിൽ എത്തിച്ചേർന്നവരാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? രണ്ട് ലോകത്തുള്ള വിജയമാണ്. വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും. സൂറത്തുൻ നഹ്ലിൽ അവിശ്വാസികളെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തിയതിനു ശേഷം മുഅ്മിനീങ്ങളെ കുറിച്ച് അവർക്കുള്ള പരലോക അവസ്ഥയെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ആ മുത്തഖീങ്ങളോടും സ്വാലിഹീങ്ങളോടും
ചോദ്യം ചോദിക്കപ്പെടുന്ന ഒരു സമയം. മാദാ അൻസല റബ്ബുക്കും, നിങ്ങളുടെ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹു തആല എന്തിനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഖാലു ഖൈറാ, അവരവിടുന്ന് പറയും ഖൈറിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞവരും അവർക്കെല്ലാം രണ്ട് ലോകത്തും കിട്ടാൻ പോകുന്നത് സന്തോഷവും വിജയവുമാണ്. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന, ഈ ഭൗതിക ലോകത്ത് നല്ലത് ചെയ്ത് ജീവിച്ച ആളുകൾ, ഇഹ്സാൻ ചെയ്ത് ജീവിച്ച ആളുകൾ, അവർക്ക് കിട്ടാൻ പോകുന്നത് ഹസനത്തുൻ, നല്ലതാണ്. എല്ലാ നല്ലതും അല്ലാഹു തആല അവർക്ക് നൽകുന്നു. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അതൊരു കയ്പുള്ളതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും, അതൊരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിലും, അവർ മുഹ്സിനീങ്ങളാണോ, നല്ലവരാണോ, അവർക്ക് എല്ലാം കിട്ടുന്നത് നല്ലത് തന്നെയാണ്. അതിൻ്റെ അന്ത്യം അത് അല്ലാഹു തആല നല്ലതിലേക്ക് എത്തിക്കുകയാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയിലൂടെ ജീവിച്ച ആളുകളും സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് ഇഹ്സാനിലൂടെ ജീവിച്ച ആളുകൾ, അവരെ കൂടെ എപ്പോഴും അല്ലാഹു കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞത് ഖുർആനാണ്. അതുകൊണ്ട് തന്നെ വലദാറുൽ ആഖിറതി ഖൈറും വലനിഅമ ദാറുൽ മുത്തഖീൻ. ഖുർആൻ പറഞ്ഞു ആ പരലോക ഭവനം അത് ഏറ്റവും ഖൈറാണെന്ന് ഖുർആൻ പറഞ്ഞു. അത് മുത്തഖീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും അല്ലാഹു തആല നൽകുന്നതാണ് ദാറുൽ ആഖിറ. വലനിഅമ ദാറുൽ മുത്തഖീൻ, ഏറ്റവും നല്ല ഭവനം. ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവഴിച്ച്, കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വീടല്ല. കാരണം ആ വീടെല്ലാം ഫാനിയത്താണ്, അത് നശിച്ചു പോകുന്ന വീടാണ്. ബാഖിയത്തായ വീട്, നിലനിൽക്കുന്ന വീട്, അതാണ് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല പറഞ്ഞത് വലനിഅമ ദാറുൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്ന വീട്, സ്വർഗത്തിലെ ഭവനം, അതിനേക്കാൾ നല്ല ഭവനം വേറെയില്ല, അതിനേക്കാൾ നല്ല വീട് വേറെയില്ല. ആ മുത്തഖീങ്ങളാകാൻ ഖാജാ തങ്ങളുടെ ആണ്ട് നേർച്ചയെ കൊണ്ട് നമുക്ക് കഴിയണം. ആ മുത്തഖീങ്ങളാകാൻ നാം സംബന്ധിക്കുന്ന ഓരോ സദസ്സുകൾ നമുക്ക് നിമിത്തമാകണം. അങ്ങനെ മുത്തഖീങ്ങളായാലോ അതിൻ്റെ ഗുണമോ അതേ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കിട്ടുകയാണ്, ഭൗതിക ലോകത്തും കിട്ടുകയാണ്. മുതഅല്ലിമുകൾക്കറിയാം, ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനത്തിൽ മരണം സംഭവിച്ചാൽ മരിച്ചതിന് ശേഷം എന്താണ് മരണം? മരണമെന്ന് പറഞ്ഞാൽ ശരീരവും അതുപോലെ ആത്മാവും തമ്മിൽ വേർപിരിയലാണ് മരണം. ജീവിതകാലത്ത് ജസദും റൂഹും അത് ഒന്നിച്ചു കൂടെയുണ്ടാകും, ശരീരവും ആത്മാവും കൂടെയുണ്ടാകും. മരിച്ചാൽ ആ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുകയാണ്. എന്നാൽ ഈ ആത്മാവ് വേർപിരിഞ്ഞാൽ ഈ ആത്മാവ് എവിടെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ മഹാന്മാർ 5 വിഭാഗം ആളുകളുടെ ആത്മാക്കളെ വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ട്. അന്നൽ അർവാഹ അലാ 5 അഖ്സാമിൻ, ആത്മാവ് 5 ഇനങ്ങളാണ്. അതിൽ ഒന്ന് അർവാഹുൽ അംബിയായി, ഏറ്റവും ഉന്നത പദവിയിൽ നിൽക്കുന്ന മഹാന്മാരായ അംബിയാക്കളുടെ ആത്മാക്കളാണ്. രണ്ടാമത്തത് വ അർവാഹു ശുഹദായി,
ശുഹദാക്കളായ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമരം ചെയ്ത് യുദ്ധം ചെയ്ത് രക്തസാക്ഷിത്വം പ്രാപിച്ച മഹാന്മാരായ ശുഹദാക്കൾ, ആ ശുഹദാക്കളുടെ ആത്മാക്കൾ. മൂന്നാമത്തത് അർവാഹുൽ മുത്വഈന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഈ അമ്പിയാക്കളും ശുഹദാക്കളും അല്ലാത്ത മറ്റുള്ള സ്വാലിഹീങ്ങളുടെ അർവാഹ്. നാലാമത്തത് അർവാഹുൽ ഉസ്വാതി മിനൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളിൽ പെട്ടവരാണ്, പക്ഷേ അവർ അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും അനുസരിച്ച് ജീവിച്ചവർ അല്ല, മറിച്ച് തെറ്റ് ചെയ്ത് ജീവിച്ച ദോഷികളാണവർ, പാപികളാണവർ. അപ്പൊ അവരുടെ ആത്മാക്കൾ അത് നാലാമത്തെ ഇനത്തിൽപ്പെട്ടതാണ്. لا إله إلا الله. اللهم صل على سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه المقام الرحمة. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. من الذي يشفع عنده خلفه ولا يحط بشيء من أمره شيء وسعت كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي. ഇങ്ങനെ 5 വിഭാഗം ആളുകളുടെ ആത്മാക്കളെയാണ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തത് അമ്പിയാക്കളുടെ ആത്മാക്കളാണ്. ആ അമ്പിയാക്കളുടെ ആത്മാക്കൾ ശരീരങ്ങളിൽ നിന്ന് പിരിഞ്ഞിട്ട് പിന്നെ അത് കസ്തൂരിയെ പോലെയാകും, മിസ്കിനെ പോലെയാകും, കസ്തൂരിയെ പോലെയാകും. എന്നിട്ട് ആ ആത്മാവോ വതകൂനു ഫിൽ ജന്ന, ആ ആത്മാവ് സ്വർഗത്തിലാകും. ആ സ്വർഗത്തിലെത്തിയാൽ തഅകുലു വതതനഅമു, ആ സ്വർഗത്തിലെത്തിയിട്ട് ആ ആത്മാവ് അവിടുന്ന് ഭക്ഷണം കഴിക്കും, ഭക്ഷിക്കും, അവിടുന്ന് സന്തോഷിക്കും. പിന്നീട് രാത്രിയായാൽ അർശിന്റെ ചുവട്ടിലെ
വിളക്കിന്റെ അരികിൽ പോയി അഭയം പ്രാപിക്കും. അങ്ങനെയാണ് മഹാരഥന്മാരായ അമ്പിയാക്കളുടെ ആത്മാക്കൾ. ശുഹദാക്കളുടെ ആത്മാക്കളോ, ആ ശുഹദാക്കളുടെ ശരീരങ്ങളിൽ നിന്ന് ആ ആത്മാവ് വേർപിരിഞ്ഞാൽ നല്ല പക്ഷികളുടെ ഉള്ളിലായി ആ ആത്മാവിനെ അല്ലാഹു തആല ആക്കിയിട്ട് ആ പക്ഷികൾ ഈ ആത്മാവിനെ സ്വർഗത്തിന്റെ പുഴകളിലൂടെ ഇങ്ങനെ പറക്കും. എന്നിട്ടതാ സ്വർഗത്തിന്റെ പഴങ്ങളിൽ നിന്ന് കഴിക്കും, സ്വർഗത്തിന്റെ പാനീയം കുടിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അർശിന്റെ നിഴലിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുള്ളതായ വിളക്കിലേക്ക് അവകൾ അഭയം പ്രാപിക്കും. പിന്നീടാണ് മഹാന്മാരായ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് അവരുടെ ആത്മാവ് പിരിഞ്ഞാൽ, മരിച്ചാൽ ഈ ആത്മാവ് എവിടെയാണ് പോവുക? അവിടെ മഹാന്മാർ പറഞ്ഞു, ഫഹിയ ഫീ റിയാദിൽ ജന്ന. സുഹൃത്തുക്കളെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മരണം സംഭവിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞാൽ ആ ആത്മാവ് എത്തുന്നത് സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിലാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനേ. പക്ഷേ അമ്പിയാക്കളും അതുപോലെ ശുഹദാക്കളും നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് കഴിക്കാനോ അതുകൊണ്ട് സന്തോഷിക്കാനോ ഒന്നും കഴിയില്ലെങ്കിലും മഹാന്മാർ പറയാണ്, ലാക്കിൻ തൻദുറു ജന്നത ഫഖത്ത്. ഈ മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കൂ. അത് കിട്ടല് തന്നെ വലിയ സമാധാനമല്ലേ? കാരണം എന്താണ്? ഇത് കിട്ടുമെന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല ആ സ്വർഗം കാണിച്ചു തരൂല്ല. ആ സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങൾ ആത്മാവിങ്ങനെ നോക്കും. ആ ആത്മാവിന് സ്വർഗത്തിന് അല്ലാഹു തആല ആത്മാവിനെ കാണിച്ചു കൊടുക്കും. കണ്ടുകൊണ്ടാണ് ഈ മുഅ്മിനീങ്ങളുടെ ആത്മാവ് സന്തോഷിക്കുന്നത്. അത് കാണുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് വലിയ സമാധാനമാണ്. അത് കാണുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷമാണ്. സുഹൃത്തുക്കളെ, എന്നാലോ ദോഷികളായ മനുഷ്യർ, അവരാളുകൾ മുഅ്മിനുകളാണ്. പക്ഷേ ആ ദോഷികളായ മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞാൽ ആ ആത്മാവിന് അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കൂല. പിന്നെ ആ ആത്മാവ് എവിടെയാണുള്ളത്? ഫബൈനസ്സമാഇ വൽ അർളി ഫിൽ ഹവാ. അന്തരീക്ഷത്തിൽ, ആകാശത്തിന്റെയും ഭൂമിയുടെയും നടുവിലായി അന്തരീക്ഷത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. സ്വർഗം കാണൂല. ആ നേരത്തെ മൂന്നാമതായി മഹാന്മാര് എണ്ണിപ്പറഞ്ഞ അതേ അർവാഹുൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങളുടെ ആത്മാക്കളിൽ എന്റെയും നിങ്ങളുടെയും ആത്മാക്കൾ പെടണം. അങ്ങനെയാകണമെങ്കിൽ മുഅ്മിനീങ്ങളോ എപ്പോഴും നല്ല ബോധത്തോടെ ജീവിക്കേണ്ടവരാണ്. എന്താണ് ബോധം? നല്ല ബോധവാന്മാരായി ജീവിക്കണമെന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅലിനൂൻ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അറിയുന്നവനാണ് യജമാനനായ അല്ലാഹു. അതനുസരിച്ച് നമ്മുടെ രഹസ്യ ജീവിതം പാകപ്പെടുത്തണം. നമ്മുടെ പരസ്യ ജീവിതവും അതനുസരിച്ചുണ്ടാകണം. കാരണം രഹസ്യം അറിയുന്നവനാണ് അല്ലാഹു, പരസ്യം അറിയുന്നവനാണ് അല്ലാഹു. പരിശുദ്ധ ഇസ്ലാമോ ഇവിടെ ധാരാളം ഉമ്മമാർ വഅള് കേൾക്കുന്നുണ്ടല്ലോ, ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. ഞാൻ എൻ്റെ വഅള് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഓ ഉമ്മമാരെ, പരിശുദ്ധ ഇസ്ലാം
ആണിനോട് നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പെണ്ണിനോട് നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. ചില നിയമം ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. വേറെ ചില നിയമങ്ങളോ പെണ്ണിൽ മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. മറ്റു ചില നിയമങ്ങളോ ആണിന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. അതിനൊരു ചെറിയ ഉദാഹരണം, പുരുഷന്മാർ അവർക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഖൈറായ ഇടം പള്ളിയാണ്. അല്ലാഹു തആല പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരിൽ സാധുക്കളായ ഞങ്ങളെ അല്ലാഹു പെടുത്തി തരട്ടെ. എന്നാൽ സ്ത്രീകളോ ഒരിക്കലും പെണ്ണ് ആണിനെ പോലെ ആകാനും ശ്രമിക്കരുത്, ആണ് പെണ്ണിനെ പോലെ ആകാനും ശ്രമിക്കരുത്. ഇപ്പൊ പിന്നെ ചില ആളുകൾക്ക് ആണിനെ തന്നെ പെണ്ണാകാനാണ് തോന്നലെന്ന് മാത്രമല്ല, എന്നിട്ട് അവസാനം പെണ്ണാവും ചെയ്യും എന്ന് പറഞ്ഞാൽ ആണെങ്ങനെ പെണ്ണാവല്, അതായത് അങ്ങനെ പെണ്ണാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനൊന്നും ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയല്ല. അതേ സമയത്ത് ആണിനോട് ഇസ്ലാം പറഞ്ഞ നിയമം അങ്ങനെ ഞാനും ആകണം എന്നൊരു പെണ്ണ് ആഗ്രഹിക്കാൻ പാടില്ല. പെണ്ണ് പഴയ കാലം മുതൽക്ക് തന്നെ ഞങ്ങളെ നാട്ടിൽ പറയുന്ന ഒരു നാടൻ വർത്താനുണ്ട്. പെണ്ണ് എന്ന് പറഞ്ഞാൽ പൊന്നാണ്. പൊന്ന് എല്ലായിടത്തും ബിർക്കിട്ട് കാണൂല, കാണോ? ഇപ്പൊ ഏതായാലും ബിർക്കിട്ട് കാണൂല. കാരണം ഓരോ ദിവസവും സ്വബാഹപ്പ മസാഹൻ എന്ന് പറഞ്ഞ പോലെ രാവിലെ ഒരു റേറ്റ് ആണ്, വൈകുന്നേരം ആകുമ്പോ പിന്നെ റേറ്റ് ആണ്. ഇങ്ങനെ അപ്കമ്മിങ് ആണ്, കുതിച്ചു വരികയാണ് ഗോൾഡ് റേറ്റ്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു പൊന്ന് ബംഗാറ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ബംഗാറ് എന്ന് പറയും, മംഗലാരം ഭാഷ. അങ്ങനെയാണ് ഭാര്യമാരെ ചിലപ്പോ ഭർത്താക്കന്മാര് ബംഗാറ് എന്ന് വിളിക്കും. എന്റെ ബംഗാറ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പൊന്നാണ്, പൊന്ന് ധരിക്കുന്നവളാണ്. അപ്പോ അങ്ങനെ തന്നെ വിളിക്കണം. എപ്പോ നോക്കിയെങ്കിലും ഭാര്യന്റെ പേര് കൊണ്ട് ഇങ്ങനെ വിളിച്ചാലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ വ്യത്യസ്തമായ പേര് കൊണ്ട് വിളിക്കാറുണ്ടായി. ചിലപ്പോ യാ ആയിഷ് അങ്ങനെ വിളിക്കും, ആയിഷ് എന്ന് വിളിക്കും. കേൾക്കാൻ നല്ല രസമാണ്. കുല്ലു ജദീദിൻ ലദീദാൻ, എന്തൊരു പുതിയതുണ്ടെങ്കിൽ അതിനൊരു രസം ഉണ്ടാവും. അങ്ങനെയാണ് എന്റെ കണക്ക്. അപ്പൊ പേര് വിളിക്കുമ്പോൾ ഒരു പുതുമ ഉണ്ടാവണം. എപ്പോഴും ഒരേ പേര് വിളിച്ചാൽ അത് ഓർക്ക് വലിയ രസം ഉണ്ടാവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. ചിലപ്പോ യാ ആയിഷ് എന്ന് വിളിക്കും, ചിലപ്പോ യാ ഹുമൈറ എന്ന് വിളിക്കും. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ ഹുമൈറ എന്ന് പറഞ്ഞാൽ എന്താ? ചോപ്പ് പെണ്ണേ എന്നാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അങ്ങനെയാണ്, നല്ല ചോപ്പും വെളുപ്പും മിക്സ് ആയിട്ടുള്ള മഹദിയാണ് സയ്യിദത്തുനാ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പൊ അങ്ങനെ വിളിക്കണം. അപ്പൊ ആ പൊന്ന് സ്വർണം, ഞാൻ എന്റെ ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പൊന്ന് സ്വർണം അത് എവിടെയെങ്കിലും ഇങ്ങനെ ബിർക്കിട്ട് കാണൂല. പിന്നെ അത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് എടുത്തു വെക്കുക. സുബ്ഹാനല്ലാഹ്. പുരക്കാരെങ്കാലും ബിർന്തുക്ക് പോയാൽ, ഞങ്ങളുടെ നാട്ടിൽ ബിർന്തുക്ക് പോകുന്നവരാ എന്ന് പറഞ്ഞാല്, ഇപ്പൊ പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ലീവ് ഉണ്ടായി. ക്രിസ്മസിന്റെ ലീവിന് ചിലപ്പോ ഭാര്യ മക്കളെയും കൂട്ടിയിട്ട് ഓളെ പുറക്ക് പോകും. അങ്ങനെയാണ് എന്റെ കണക്ക്. അപ്പൊ കാര്യമായ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചർച്ച വരുന്ന ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച? ഔത്ര ബംഗാർ എന്തരാക്കടേ. വീട്ടിൽ കുറെ പൊന്നുണ്ടെങ്കിൽ സ്വർണ്ണുണ്ടെങ്കിൽ അവിടെ കുറെ പാത്രമുണ്ട്, അരിയുണ്ട്, പഞ്ചസാര ഉണ്ട്, ഇതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഓർക്കൊണ്ട് വണ്ടിയിൽ തന്നെ എടുത്തു കൊണ്ടുവെക്കും. എന്താ കാരണം? ഫ്രൂട്ട്സ് ഞങ്ങൾ തിരിച്ചു വരുന്നവരെ 4-5 ദിവസം കഴിഞ്ഞ് വന്നാൽ അത് ചിലപ്പോ ബെടക്കാവും. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് കൊണ്ടുപോകും, അങ്ങോട്ട് പോകണം. സ്വർണ്ണം എന്താക്കുന്നേ? സ്വർണം അങ്ങോട്ട് കൊണ്ടുപോകാനും പേടിയാണ്. എന്താ കാരണം? ഈ ഭാര്യന്റെ ആങ്ങളുണ്ടോർത്തോ വലിയ കള്ളോ, ധൈര്യത്തിൽ അവിടെ കൊണ്ടുപോയിട്ട് എന്തും വെക്കാൻ പറ്റൂല. അവിടെ ആര് പോയാലും പോയവരെ പൈസ കാണൂല, പൊന്ന് കാണൂല. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടാനും പേടി. ഉള്ളത് പറയുമ്പോ മേച്ചിക്ക വരും അല്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പോ എന്തു ചെയ്യും? അതാ പൊന്ന് അങ്ങനെയാണ്. അപ്പൊ അതിന് വേണ്ടതായ ഒരു സംവിധാനം ചെയ്തിട്ടേ പിന്നെ വീട്ടിൽ നിന്ന് പോവുള്ളൂ. അതാ കാരണം പൊന്ന് അത് സ്വർണമാണ്, അത് സംരക്ഷിക്കേണ്ടതാണ്, അത് നല്ല വിലപിടിപ്പുള്ളതാണ്, മൂല്യമുള്ളതാണ്, സംരക്ഷിക്കേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് നഷ്ടപ്പെട്ടാലോ വേറെ ഏതെങ്കിലും നഷ്ടപ്പെടുന്നത് പോലെയുള്ള സങ്കടമല്ല,
മറ്റുള്ളത് നഷ്ടപ്പെടുന്നത് പോലെയുള്ള ബേജാറല്ല. പൊന്ന് കാണാതെയായാൽ, സ്വർണം കാണാതെയായാൽ വലിയ ബേജാറാണ്. അതുകൊണ്ടാണ് ചില ഉമ്മമാര് കണ്ടില്ലേ, വേറെ എന്ത് കാണാതെയായാലും അവർക്ക് പ്രശ്നമില്ല, സ്വർണം കാണാതെയായാൽ 3 ദിവസം നോമ്പ് നോക്കാൻ നേർച്ചയാക്കും. അങ്ങനെയാണ്, 3 ദിവസം നോമ്പ് നോക്കാൻ നേർച്ചയാക്കും. എന്തേ? പൊന്ന് കാണുന്നില്ല, സ്വർണം കാണുന്നില്ല, വെച്ചെടുത്ത് കാണുന്നില്ല. എന്നിട്ട് പല തങ്ങന്മാരെയും സമീപിക്കും, അതേ ചികിത്സക്കാരെ സമീപിക്കും. അവരെന്ത് പറയും? അവരെന്ത് പറയാനാ? അവർ പറയും കിട്ടൂന്ന് പറയും. അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും, അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല. പിന്നെ അതിന് കിട്ടാനുള്ള പണിയുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആ പണി പഠിച്ചിട്ടില്ല. പക്ഷേ കാണാതെയായി പോയ വസ്തു തിരിച്ച് കിട്ടാനുള്ള ദിക്ർ ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ജാമിഅൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് എന്ന ദിക്ർ ചൊല്ലിയാൽ അത് തിരിച്ചു കിട്ടും. നാളെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മോളിൽ പോയിരുന്നു. ലക്ഷദ്വീപിലുള്ള ഒരാളാണ്. അയാൾ എറണാകുളത്ത് കൊച്ചിയിൽ മോളിൽ കയറിയത്. മോളിൽ പോയി തിരിച്ചു വരുമ്പോ സ്വർണം കാണുന്നില്ല, എവിടെയോ പോയി, എന്താണെന്നറിയില്ല. വലിയ സങ്കടത്തിൽ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചികിത്സക്കാരനൊന്നുമല്ല, വാല് കേൾക്കുന്നവരായതുകൊണ്ട് അവർ അങ്ങനെ വിളിക്കുകയാണ്. അത് വാല് കേൾക്കുന്ന എല്ലാവർക്കും വിളിക്കും. ആരെ വാല കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വിളിക്കും. അപ്പൊ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് അതിന്റെ ചികിത്സ ഒന്നും എനിക്കറിയില്ല, കിട്ടുമോ കിട്ടൂല എന്നൊന്നും അറിയില്ല. അള്ള കണക്കാക്കിണ്ടെങ്കിൽ കിട്ടും, അള്ള കണക്കാക്കിണ്ടെങ്കിൽ കിട്ടൂല. പക്ഷെ ഞാനിങ്ങനെ കിതാബ് നോക്കുമ്പോ നഷ്ടപ്പെട്ടു പോയ ഒന്ന് തിരിച്ചു കിട്ടാനുള്ള ഒരു ദിക്റുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്തോളി, ആ ദിക്റും ചൊല്ലിയിട്ട് മോളിൽ തന്നെ വീണതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്നാ പിന്നെ ആ ദിക്റും ചൊല്ലിയിട്ട് ഇങ്ങനെ മോളിൽ ഇങ്ങനെ നോക്കുക, അള്ള കണക്കാക്കിണ്ടെങ്കിൽ കിട്ടും. അതാണ് അതിന്റെ കണക്ക്. എങ്ങനെയാണ്? എല്ലാത്തിന്റെ കണക്ക് എങ്ങനെയാണ്? ദിക്ർ ചൊല്ലുന്നതുകൊണ്ട് മാത്രം കിട്ടിക്കോളൊന്നുമില്ല. പിന്നെ ദിക്ർ ചൊല്ലാൻ അത് കിട്ടാൻ ഒരു നിമിത്തമാണ്, കൂടുതൽ സാധ്യതയാണ്. അപ്പൊ കിട്ടും, ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടിക്കോളുന്നില്ല. കിട്ടിയില്ലെങ്കിലും ദിക്ർ ചൊല്ലി കൂലി കിട്ടും. അതുപോലെ തന്നെ വീണത് നല്ല വിലപിടിപ്പുള്ളതാണല്ലോ, അതിനെ തെരഞ്ഞാൽ അതിന്റെ കൂലിയും കിട്ടും. നെവർ മൈൻഡ് ചെയ്യാൻ പാടുള്ളതല്ല, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. തെരഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ കൂടുതൽ കൂലി കിട്ടും, കിട്ടിയാലോ അതിന് കുറച്ചെങ്കിലും കൂലി കിട്ടും, കാരണം സ്വർണം കിട്ടിയല്ലോ. അപ്പൊ ഇയാള് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ മോളിൽ ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ അൽഹംദുലില്ലാ സ്വർണം കിട്ടി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, വലിയ സന്തോഷായി. കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, പൊന്ന് കിട്ടിയ സ്ഥലത്തൊന്നും വെക്കൂല. പൊന്ന് വെച്ചെടുത്തോ ഉറുമ്പ് വരാറില്ല. വരുവാ? സ്വർണം വെച്ചെടുത്ത് ഉറുമ്പ് വരുന്ന ഇവിടെ ശരിയല്ല, ഒരിക്കലും ഇല്ല. എന്നാൽ നല്ല മധുരമുള്ള സാധനമാണെങ്കിലാ എന്താ ഉറുമ്പിനും അറിയാ സ്വർണത്തിനോടല്ല ഞമ്മ അടുക്കാനുള്ളതല്ല. അവിടക്കല്ല നമുക്ക് അടുക്കാൻ പറ്റൂല. ഇപ്പൊ പ്രത്യേകിച്ച് നല്ല വിലയാണ്. ഇപ്പൊ ഏതായാലും അടുക്കും. എന്നാ പഞ്ചസാരയോ, പഞ്ചസാരന്റെ ഉള്ളില് ഉറുമ്പുണ്ടാവും. ചില പെണ്ണുങ്ങന്മാർ അങ്ങനെ തന്നെ സ്പൂണിലെടുത്തിട്ട് പഞ്ചസാര എടുത്തിട്ട് ചായ ആക്കുമ്പോൾ ആ ഉറുമ്പ് അത് മിൻ ഹൈസു അതേ ഉള്ളതുപോലെ തന്നെ ചായയിലും ഉറുമ്പ് കാണും. അപ്പൊ പുതിയാപ്പിള ഭർത്താവ് എന്തിനടി ഇത് ചായത്തിൽ എറുമ്പുടെ ചായവ അതിങ്ങനെ പറയും. അതങ്ങനെയാണ് എന്റെ കണക്ക്. ഞാനിപ്പോ അതിൽ കിടക്കണില്ല. ഞാൻ പറഞ്ഞു തന്നത്, ഈ പകല് വേല വെക്കുമ്പോ വേഗം ബോറടിക്കും, രാത്രി വേല വെക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഡോസ് തന്നില്ല എന്ന് കണ്ടാൽ നിങ്ങളെ വേല വെക്കാൻ കിട്ടൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം മാത്രമേ സംസാരിക്കാൻ ഇപ്പൊ സമയമുള്ളൂ. ഞാനും അത് പറയാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഞാൻ ചുരുക്കാണ്. ഞാന് ഈ സ്ഥാപനത്തിന്റെ ബറക്കത്തും ബഹുമാനപ്പെട്ട ശൈഖുനാ താജുശ് ശരീഅ നവ്വറല്ലാഹു മർക്കദ ഞങ്ങളുടെ ഒക്കെ ഉസ്താദുമാരെ പരമ്പരയിൽ വരുന്ന മഹാനാണ്. ഓരോക്കെ ദുആ കിട്ടാനും പൊരുത്തം കിട്ടാനും വേണ്ടി വന്നതാണ്. അള്ളാഹു അവരുടെ ഒക്കെ തണലിൽ ഞങ്ങളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്ന് അത് പൊന്നായി തന്നെ കാണുന്നത് പോലെ ഇപ്പൊ നിങ്ങൾ നോക്ക്, പെണ്ണുങ്ങളൊന്നും പരസ്യമായിട്ട് അങ്ങനെ കാണൂല. അവരെവിടെ ഉണ്ട്? എന്താ കാരണം? അവരൊക്കെ മറഞ്ഞിട്ടാണുള്ളത്. എന്താ കാരണം? അവര് പൊന്ന് ധരിക്കേണ്ടവരാണ്. പൊന്ന് ധരിക്കുന്നവർ പൊന്നാണ്, അവർക്ക് നല്ല നിലയും വിലയുമാണ്. എന്നാൽ അവര് രംഗത്ത് വരുന്നതിനൊരു പരിധിയുണ്ട്. ഓ പുരുഷന്മാരെ, വ്യക്തി ലാഭത്തിനോ രാഷ്ട്രീയ ലാഭത്തിനോ ആ പരിധിക്കപ്പുറത്തേക്ക് പെണ്ണിനെ രംഗത്ത് കൊണ്ടുവരാൻ പാടില്ല കേട്ടോ.
സുബ്ഹാനല്ലാഹ്. ഓ, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ആ ജയിച്ചതിന്റെ പേരില് അതേ തുള്ളിച്ചാടുന്ന സ്ത്രീകളില്ലേ, അതുപോലെ തന്നെ ചാടിക്കളിക്കുന്ന പെൺകുട്ടികളില്ലേ, ഓ ദീനനുസരിച്ച് നടക്കണമെന്ന് കരുതുന്ന പെങ്ങന്മാരോടാണ് എൻ്റെ ഈ വാള്. അതേ, എല്ലാവർക്കും ദഹിക്കണമെന്നില്ല, ജീർണിക്കണമെന്നില്ല, പറയുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളെ ഡൈജസ്റ്റ് ആകണമെന്നില്ല. ജീർണിക്കുന്നുണ്ടോ ഇല്ലേ നോട്ടമില്ല, ദഹിക്കുന്നുവോ ഇല്ലേ എന്ന നോട്ടമില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ആളുകൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളെ എത്തിച്ചു കൊടുക്കലാണ് ബാധ്യത. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയുക്ഫുർ. അതേ, താല്പര്യമുള്ളവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് നിഷേധിക്കാം. ദീൻ പറയുന്ന ആലിമീങ്ങളെ കളിയാക്കാം, ദീനിന്റെ നിയമം പറയുന്ന മുതഅല്ലിമുകളെ പരിഹസിക്കാം. അതിന് ഒന്നും ഇന്ത്യ മഹാരാജ്യത്ത് പ്രശ്നമില്ല. ഇവിടെ ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കാൻ വകുപ്പുണ്ട്. പക്ഷേ മറക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന ഉമ്മമാരെ, വാല് കേൾക്കുന്ന സഹോദരിമാരെ, റബ്ബിന്റെ ദീനിന്റെ നിയമമോ മാ ജഅലല്ലാഹു ലക്കും. അതേ, ഖുർആനിൽ അല്ലാഹു തആല ധാരാളം പറഞ്ഞിട്ടുണ്ട്, ദീനിൽ നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന ഒരു നിയമവും ഇല്ല, ദീനിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു നിയമവുമില്ല. ഉള്ള നിയമങ്ങളെല്ലാം അത് നിങ്ങളുടെ നന്മക്കുള്ളതാണ് ഉമ്മമാരെ, നിങ്ങളുടെ നല്ലതിനുള്ളതാണ്. അതുകൊണ്ടോ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അതേ, ആര് ജയിച്ചാലും തോറ്റാലും അല്ലാഹു ഉദ്ദേശിച്ചവർ ജയിക്കും, അല്ലാഹു ഉദ്ദേശിച്ചവർ തോൽക്കും. അത് ഖുർആൻ പറഞ്ഞതാണ്. അതേ, തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു അധികാരത്തിൽ കൊണ്ടുവരും, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു അധികാരത്തിൽ നിന്ന് താഴോട്ടിറക്കും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ആലിമീങ്ങളെ മാത്രം പരിഹസിക്കാൻ, ആലിമീങ്ങളാണെന്ന് പറയപ്പെടുന്നവർ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന കാലമാണ്. പക്ഷേ എത്ര തന്നെ പ്രസംഗിച്ചാലും പടച്ച റബ്ബ് താഴ്ത്താൻ ഉദ്ദേശിച്ചെങ്കിലേ താടുകയുള്ളൂ. ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കൊണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഇസ്സത്ത് അത് താഴ്ത്താൻ ഒരു കൊമ്പനും കഴിയില്ല. അധികാരം നൽകുന്നവൻ അല്ലാഹുവാണ്, അധികാരത്തിൽ നിന്ന് താഴോട്ട് ഇറക്കുന്നവനും അല്ലാഹുവാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ നവറല്ലാഹു മർഖദ, മഹാനവരികളെ സുൽത്താനുൽ ഹിന്ദ് ആക്കിയത് ആരാണ്? തുത്തിൽ മുൽക മൻ തശാ. അത് ആ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അല്ലാഹുവാണ് ബഹുമാനപ്പെട്ടവരെ സുൽത്താനുൽ ഹിന്ദ് ആക്കിയത്. ജനങ്ങളാണോ? ജനങ്ങളല്ല, അല്ലാഹുവാണ് ആ അധികാരം നൽകിയത്. അല്ലാഹു തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഇന്നി അഅതൈതുക വിലായത ഹിന്ദുസ്ഥാൻ, അവിടുന്ന് പറഞ്ഞു, ഇന്നി അഅതൈതുക വിലായത ഹിന്ദുസ്ഥാൻ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖേന ഖാജ തങ്ങൾക്ക് നൽകിയതാണ്. ഇന്നി അഅതൈതുക വിലായത ഹിന്ദുസ്ഥാൻ, ഇന്ത്യയിലെ അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നു. കുർസി പർ കോയി ഭി ബേട്ടെ രാജാ തോ മേരാ ഖാജാ ഹേ എന്നാ പറഞ്ഞു. നമ്മളെ കുട്ടികളൊക്കെ പാടുന്നില്ല, ദാ കുർസി പർ കോയി ഭി ബേട്ടെ രാജാ തോ മേരാ ഖാജാ ഹേ. അധികാര കസേരയിൽ ആര് വന്നിരുന്നാലും നമ്മളൊന്നും ഭയക്കേണ്ടതില്ല. പറഞ്ഞിരിപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ കേരളക്കാരെ വയലിനെ ഒന്ന് തീർന്നപ്പോ ഇപ്പൊ കർണാടകക്കാർക്ക് പേടിയാണ്. ഇപ്പൊ എന്തേ ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട,
ജനന സർട്ടിഫിക്കറ്റ്. ഇപ്പൊ പെണ്ണുങ്ങന്മാരാകുന്ന പെണ്ണുങ്ങന്മാർ മുഴുവനും പഞ്ചായത്തിൽ അവിടെ ഇങ്ങനെ ഓടുക പാവം. ഇത് കാരണം 1980 എന്തോരം കണക്കുണ്ട്, 2003 അങ്ങനെ എന്തോരം കണക്കെല്ലാം പറയുന്നു. അല്ലാഹു വോട്ടർ ലിസ്റ്റില് എന്താണ് ബാപ്പാന്റെ പേര് കാണണം എന്തെല്ലാം പറയുന്നത്. അപ്പൊ ഭയങ്കര പേടി. ഒരാളും പേടിക്കണമെന്നില്ല. അല്ല, നിയമം നമ്മൾ അംഗീകരിക്കണം. നമുക്ക് നിയമത്തിന്റെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഇത് എന്താ റബ്ബേ, എന്തു ആവാനില്ല, എന്താവാൻ എന്തുള്ളേ? കാരണം എന്താ? ഇവിടെയുള്ള ഒരാളുടെയും അധികാരത്തിന് നിലനിൽപ്പില്ല. മാലിക്കുൽ മുലൂക്ക്, ആ മാലിക്കുൽ മുലൂക്ക് നമ്മോടൊപ്പം ഉണ്ടാകുന്ന കാലത്തോളം നമുക്ക് ഒരു മലിക്കിനെയും പേടിക്കേണ്ട ആവശ്യം ഇല്ല. മാലിക്കുൽ മുലൂക്ക് നമ്മോടൊപ്പം ഉണ്ടാകണം. ആരാണ് മാലിക്കുൽ മുലൂക്ക്? ആ മാലിക്കുൽ മുലൂക്കാണ് യജമാനനായ അല്ലാഹു തആല. ആ അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. നല്ല മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളുമായി കഴിയുമ്പോ അല്ലാഹുവിനെ മറന്നിട്ട് നടക്കാൻ പാടില്ല. അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കാൻ പാടില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, റബ്ബിനെ മറന്നുകൊണ്ടിട്ട് ഒരു കല്യാണ വീട്ടിലും തോന്നിവാസം ചെയ്യാൻ പാടില്ല. ഒരു കല്യാണ വീട്ടിലും നിങ്ങളുടെ അഹങ്കാരം കാണിക്കാൻ പാടില്ല. നമ്മൾ അഹങ്കാരികളാകരുത് ഉമ്മമാരെല്ലാവരും അങ്ങനെയാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചില ഉമ്മമാർ ദീനിന്റെ നിയമം അറിയാത്തത് കൊണ്ട് ചിലപ്പോ പല തെറ്റിലും വീണു പോകുന്നു. അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ പേടിക്കേണ്ടത് എന്നെ മാത്രമാണ്. അതുകൊണ്ടാണ് എന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. എന്നെ പേടിക്കുന്നതിലൂടെ നിങ്ങൾ പേടിക്കേണ്ട പലരെയും പേടിക്കണം. ബാപ്പാനെ പേടിക്കണം, ഉമ്മാനെ പേടിക്കണം. അതൊക്കെ നന്റെ അപ്പടെ പേടിയില്ല എന്ന് പറയാൻ അർത്ഥം. നന്റെ അപ്പ എന്തു ചൊന്നിയും മുമ്പില്ല, അതൊക്കെ നന്റെ അപ്പടെ പേടിയില്ല, അതൊക്കെ നന്റെ ഉമ്മയുടെ പേടിയില്ല. പറ്റൂല. ബാപ്പാനെ പേടിക്കണം എന്നുള്ള പറഞ്ഞതാണ്. അള്ളാനെ പേടിക്കുന്നതിന്റെ ഭാഗമാണ് ബാപ്പാനെ പേടിക്കണം. മുത്തഅല്ലിമുകൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ പേടിക്കണം. അതൊക്കെ എന്റെ ഉസ്താദിനെ പേടിയൊന്നുമില്ല എന്ന് പറയാൻ പറ്റൂല. പേടിക്കണം. മുത്തഅല്ലിമുകൾ നന്നായി പേടിക്കണം. ഞങ്ങൾക്കൊക്കെ ഇന്ന് അല്ലാഹു തആല ഇങ്ങനൊക്കെ ഇൽമു പറയാനുള്ള അവസരങ്ങളൊക്കെ തന്നത് ഞങ്ങൾ വലിയ ബുദ്ധിയുള്ളവരായത് കൊണ്ടൊന്നുമല്ല. പിന്നെ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങൾ പേടിച്ച് ആ ഉസ്താദുമാർ പറഞ്ഞതനുസരിച്ച് പൂർണ്ണമായും അങ്ങനെ തന്നെ നടന്നതുകൊണ്ടാണ്. കൃത്യമായി നാട്ടിൽ പോയാൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ പനിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ലേറ്റായിട്ട് വരാൻ പാടില്ല. ചില ഉമ്മമാരെന്നെ വിളിച്ചിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, അസ്സലാമലൈക്കും ഉസ്താദ്. അസ്സലാമലൈക്കും വേണ്ട, ഉസ്താദ് എന്ന് പറയും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. ചില പെണ്ണുങ്ങന്മാർ പഠിപ്പിക്കുന്ന മക്കളെ ഉസ്താദ്മാർക്ക് വിളിച്ചിട്ട് അസ്സലാമലൈക്കും ഉസ്താദ്. എന്റെ അത് ഇന്ന് വരുന്നില്ല, കാരണം നമുക്ക് പനി, ഇന്ന് വരണമെന്ന് പറഞ്ഞില്ല ദർസിലേക്ക്. നമുക്ക് പനിയൊന്നുമില്ല, പേരത്തേക്ക് മംഗളത്തിന് പോകാണ്ട്. മംഗളത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദ് പറയും, മംഗലല്ല പിന്നെ പഠിച്ചിട്ട് ഇപ്പൊ പഠിക്കട്ടെ, അതിനേക്കാളും വലുത് പഠിപ്പാണ് എന്ന് പറയുന്നതുകൊണ്ട് പനിയായാൽ പിന്നെ ഉസ്താദിനും ആവല്ലേ കൂടെ വന്നിട്ട് വരുന്നത്, നമുക്ക് ബുദ്ധിമുട്ടണ്ട, പനിയെല്ലാം മാറി തന്നെ വന്നോട്ട് പറഞ്ഞിട്ട്. അപ്പൊ വേണ്ട, അങ്ങനെ ആകാൻ പാടില്ല. ആ ഒരു ചെറിയ നിമിഷം പറഞ്ഞ നുണ, കളവ്, അത് ചിലപ്പോ നിങ്ങളെ മോന്റെ പഠനത്തിന് തന്നെ ബാധിക്കും ഉമ്മമാരെ. അത് അവൻ ചിലപ്പോൾ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് തിരിച്ചിട്ട് ഉസ്താദിനെ അസ്സലാമലൈക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പിന്നെ അന്യ ആണിന് സലാം പറയാൻ പാടില്ല എന്നാണ് നിയമം. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സുന്നത്തായ സലാം, ഒരു പെണ്ണിന് സുന്നത്തായ സലാം എന്ന് പറഞ്ഞതിൽ നിന്ന് പുറത്തു പോയതാണ്. ഒരു പെണ്ണ് അന്യ ആണിന് സലാം പറയൽ കടുത്ത ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില പെണ്ണുങ്ങന്മാർ ദ്വാർപ്പിക്കാൻ വേണ്ടി വിളിക്കും എന്ന് പറഞ്ഞാൽ ആ വിളിക്കുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ട, ദ്വാർക്കാൻ പറയേണ്ട ആവശ്യം വല്ലതുണ്ടോ അത് പറഞ്ഞിട്ട് അങ്ങ് തീർക്കുക. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ പേടിച്ചാൽ വേറെ ആരെയും പേടിക്കേണ്ടതില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അങ്ങനെയല്ലേ ഇസ്ലാം പറഞ്ഞത്? അള്ളാനെ പേടിച്ച് ജീവിച്ചാലോ എല്ലാവരും അയാളെ പേടിക്കും, എല്ലാ വസ്തുക്കളും അവരെ പേടിക്കും. എന്തേ കാരണം? അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണവർ, ആ റബ്ബിനെ പേടിച്ച് ജീവിച്ചവരാണവർ. ഓ ഉമ്മമാരെ, അങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്.
ആ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് നടക്കണം. ഞാൻ ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ മസ്അല പറഞ്ഞു തരാണ്. സുബ്ഹാനല്ലാഹ്. അതെ, ഞങ്ങളെ പോരലൊരു കോഴിയുണ്ട്. കോഴി പോറ്റുന്നവരുണ്ടാവും ചിലപ്പോൾ. അവർ കോഴിയുണ്ട്, കോഴി നല്ലതാ. ആ കോഴി അത് അറുത്താലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പോഴേ അത് ഹലാലാവും. കോഴി അറുത്തില്ല, പിന്നെ കോഴി ചത്തിന്. അപ്പൊ ചത്ത കോഴിനെ എന്താക്കുന്നേ? അടുത്ത പുരക്കാരത്തി സാവിത്രി ഉണ്ട്, സാവിത്രിക്ക് കൊടുക്കാം. പറ്റില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ ചത്തതാണോ എങ്കിൽ അതിനെ വലഹു ഇത്ആമു മൈത്തത്തിൻ ലിനഹ്ബി ത്വയ്റിൻ ലാ ഡാഷ്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കാൻ പറ്റൂല. പിന്നെയോ അവർക്ക് കൊടുക്കണ്ടെന്നല്ല, ഇസ്ലാം വർഗീയതയുള്ള മതം അല്ല, ഇസ്ലാം വിഭാഗീയതയുള്ള മതം അല്ല. ഇസ്ലാം മതമൈത്രിയുടെയും സമാധാനത്തിന്റെയും മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ പീസ് എന്നാണ് അതിന്റെ അർത്ഥം. പീസ് എന്ന് പറഞ്ഞാൽ കഷ്ണമെന്നല്ല, മറിച്ച് സമാധാനം. അജ്മീറിൽ പോയി നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ മഹാനവരുകളുടെ ദർബാറിൽ ഒഴുകിയെത്തുന്ന ആൾക്കൂട്ടം മുസ്ലിംകൾ മാത്രമല്ല, മറിച്ച് നെറ്റിത്തടത്ത് പൊട്ടുള്ളവർ, നാമം വലിച്ചവർ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ദർബാറിൽ വരുന്നു. എന്തുകൊണ്ട്? ഖാജാ തങ്ങൾ ഒരു ഭീകരവാദിയല്ല, ഖാജാ തങ്ങള് വർഗീയവാദിയല്ല. ഭീകരവാദം, വർഗീയവാദം അത് പരിശുദ്ധ ഇസ്ലാമിന് അന്യമാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എത്രയോ അമുസ്ലിംകൾ അതാ അവിടെ വരുന്നു. അപ്പൊ പിന്നെ അടുത്ത പുരക്കാരത്തിക്ക് എന്തെങ്കിലും സാവിത്രിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കോഴിന്റെ പീടെന്ന് പോയിട്ട് നല്ല കോഴി എന്നെ എടുത്തിട്ട് കൊടുക്കി. ഞമ്മളെ പോരല്ലേ ഒരു കോഴി ചത്തെന്ന് കരുതിട്ട് ആ ചത്തത് ഞമ്മക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഓർക്ക് കൊടുക്കണ്ട. അത് പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ എന്താക്കുന്നതിനെ? അതിനെ പൂത്തണോ? പൂത്തിയാ മാത്രമേ പറ്റുള്ളൂ, വേറൊന്നും പറ്റൂല. അങ്ങനെയൊന്നുമില്ല. പക്കിങ് എല്ലാം വരുന്നല്ലേ, പക്ഷികളെല്ലാം വരുന്നു. അപ്പൊ പക്ഷി പോലത്തതിനക്ക് ജീവികൾക്ക് തിന്നാൻ കൊടുക്കി, മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കി, കുഴപ്പമില്ല. നമുക്കേതായാലും പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അത് അറുക്കാത്തത് കൊണ്ട് നമുക്ക് ഹലാലല്ല, ശവമാണ്. ഇതുപോലെ ഉമ്മമാരെ, ചെറിയ കുട്ടികളുള്ള ഉമ്മമാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ എന്റെ വാദം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ പാപ്പ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി വൈകാതെ തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തി അൽഹംദുലില്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ഈ ചെറിയ കുട്ടികളെ തട്ടുമ്പോൾ ശ്രദ്ധിക്കണം. പാമ്പേഴ്സ് എല്ലാം ഇടാറുണ്ട്, ഇന്ന് പാമ്പേഴ്സിന്റെ കാലമാണ്, ഇടാറുണ്ട്. എന്നാലും ചിലപ്പോൾ ആ കുട്ടിയുടെ മൂത്രം ഉമ്മ ധരിച്ച നൈറ്റിയിലേക്ക് ആ കുട്ടിയുടെ മൂത്രത്തിന്റെ നനവ് ഉണങ്ങിയ പ്രശ്നമല്ല. ആ നനവ് നൈറ്റിക്കായാൽ ആ നൈറ്റി ഉടുത്തിട്ട് പിന്നെ കുറെ നേരം ഇരിക്കാൻ പറ്റൂല. നനഞ്ഞാൽ മൂത്രിച്ച നജസ് ഉണങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല. അതേ സമയത്ത് നനവോടുകൂടെ ഉള്ളതാണെങ്കിൽ ഞാനിപ്പോ നിസ്കരിക്കുന്നില്ലല്ലേ, നിസ്കരിക്കുമ്പോ പിന്നെ നൈറ്റി മാറ്റാം, പിന്നെ നിസ്കരിക്കാ കുളിച്ചിട്ട്. അത് പറ്റൂല. കാരണം എന്താണ്? നനവോട് കൂടെയുണ്ടെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അത് അത്തലത്തുഹുബിൻ നജാസത്തിയാണ്, നജസ് കൊണ്ട് പുരണ്ടലാണ്. നജസ് കൊണ്ട് പുരണ്ട എന്ന് പറഞ്ഞാൽ ഹറാമാണ്. അത് നനവോടുകൂടെ കുപ്പായത്തിലോ ശരീരത്തിലോ ആയാൽ അത് തലത്തുഹുബിൻ നജാസത്താണ് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതിനെ ഈ ആനത്തിൽ വിവരിച്ച് പറയുന്നുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല. ചില ഉമ്മമാര് വിചാരിക്കുന്നു ഞങ്ങൾ ഇപ്പൊ നിസ്കരിക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞമ്മ മാറ്റിയിട്ട് പിന്നെ കുളിച്ചിട്ട് നിസ്കരിക്കാന്നാണ്. അത് പറ്റൂല. അത് നനഞ്ഞാൽ ഉടനെ മാറ്റണം, വേറെ കുപ്പായം ഇടണം. അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ സാരല്ല, അത് വിഷയം വേറെയാണ്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമം പഴയ കാലത്തെ ഉമ്മമാർ അവർ ദീൻ പഠിച്ചത് വാലിന്റെ സദസ്സുകളിലൂടെയാണ്. മസ്അല പഠിച്ചത്, നിസ്കാരം പഠിച്ചത് അങ്ങനെയാണ്. ദീനിന്റെ മസ്അല പഠിച്ചത് പഴയ കാലത്തെ വാലിന്റെ സദസ്സുകളിലാണ്. പഴയ കാലത്തെ വാലുകൾ അതേ ഓരോ ദിവസങ്ങളിൽ ആഴ്ചയോളം 40 ദിവസത്തിന്റെ വാല്, ആ 40 ദിവസത്തിന്റെ വാല് തുടങ്ങിയിട്ട് അവസാനിക്കുമ്പോൾ പഴയ കാലത്തെ ആലിമീങ്ങൾ അവർ ചരിത്രം മാത്രം പറഞ്ഞവരല്ല, ആയത്ത് മാത്രം ഓതിയവരല്ല. അവർ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ മസ്അലകളും അവരുടെ വാലുകൾ അങ്ങനെയായിരുന്നു. അതിൽ ആയത്തും കടന്നു വരും, പൊട്ടീസ് ഉണ്ടാവൂല.
ഇനി പൊട്ടീസ് ഉണ്ടാവൂല, ചിരിപ്പിക്കലോ കൂടുതലൊന്നും ഉണ്ടാവൂല. എന്താ കാരണം? ഇന്ന് പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് ചിരിപ്പിക്കേണ്ടി വരും. എന്താ കാരണം? ഇത് ബാധ കേൾക്കുന്നവനും അങ്ങനെ തന്നെ ആയിപ്പോയി. ഓനെ ചിരിപ്പിച്ചില്ലെങ്കിൽ അടുത്ത മസാല ഓൻ കേൾക്കൂല. അതുകൊണ്ട് കുറച്ച് ചിരിപ്പിക്കേണ്ടി വരും. പഴയ കാലത്ത് അങ്ങനെയല്ല. അവർ വാലിന്റെ സദസ്സിലേക്ക് വരുന്നത് തന്നെ കരയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചിരിപ്പിക്കുന്നതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ നിന്റെ നിയമങ്ങളായി നന്നായി പഠിക്കണേ. അത് ഞാൻ എന്റെ വാല് കേൾക്കുന്ന പുരുഷന്മാരോടും എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാല് നിർത്തുന്നു. ഓ റജബ് മാസമാണല്ലോ. ബയ്യിദ് സ്വഹീഫതക സൗദാ ഫീ റജബി ബിസാലിഹിൽ അമൽ المنجي من اللهب شهر حرام نتا من أشهر حرم إذا دعا الله دائم فيه لم يخب. ഓ ഈമാനുള്ള സത്യവിശ്വാസികളെ, പാപങ്ങളെ കൊണ്ട് കറുത്തുപോയ 7 കിതാബുകൾ ഉണ്ടല്ലോ. ആ 7 കിതാബിനെ ഈ റജബിൽ ധാരാളം സൽക്കർമ്മങ്ങളെ ചെയ്ത് വെളുപ്പിക്കേണ്ട മാസമാണ് റജബ്. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞില്ലേ, നോമ്പ് നോൽക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസം റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ്. മുഹറം കഴിഞ്ഞാലോ സുമ്മ റജബ്, പിന്നെ റജബാണ്. ഓ ആണുങ്ങളെ പെണ്ണുങ്ങളെ, റജബോ നോമ്പ് നോൽക്കേണ്ട മാസമാണ്. ആ റജബ് മാസമോ പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കേണ്ട മാസമാണ്. ഷഹറുൽ ഇസ്തിഗ്ഫാരി, മാപ്പ് ചോദിക്കേണ്ട മാസമാണ്. പരിശുദ്ധ റമളാനിലേക്ക് ഒരുങ്ങേണ്ട മാസമാണ്. ആ റമളാനിലേക്ക് ഒരുങ്ങേണ്ടത് റജബ് മുഖേന തന്നെ ഒരുങ്ങേണ്ടതാണ്. ആ റജബിൽ തന്നെ ഖുർആൻ ഖത്മോദി തീർക്കാൻ ഒരുങ്ങണം. അതേ, ഞാനതാ കഴിഞ്ഞ ദിവസം വഅദിനൊരു സ്ഥലത്ത് പോയി. കഴിഞ്ഞ രാത്രി ഞാൻ വഅദിനൊരു സ്ഥലത്ത് പോയി. വഅദിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറിയപ്പോൾ ആ വീട്ടുകാരുമായി ഇന്ന് നമുക്കിവിടെ ദുആക്കാൻ വരുന്ന ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉപ്പാപ്പക്ക് നല്ല ബന്ധമാണ്. ഭക്ഷണം കഴിച്ച് തങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് ഇറങ്ങാറായപ്പോ ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, ഈ വീട്ടിലെ ആജിയാര ഉമ്മ നല്ലൊരു ഉമ്മയായിരുന്നു. ഓ മറക്കപ്പുറത്തു ബാധ കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഞാനതങ്ങ് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അതാ 80 ചില്ലാനം വയസ്സായിട്ട് വഫാത്തായ ഉമ്മയാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഈ വീട്ടിലെ പ്രായമുള്ള ഉമ്മ വഫാത്തായിട്ട് 2 വർഷം കഴിഞ്ഞു. അല്ലാഹു ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ. ആ ഉമ്മാന്റെ പ്രത്യേകത എന്താണ്? തങ്ങൾ പറഞ്ഞു, ആ ഉമ്മാമ ജീവിതത്തിൽ എപ്പോഴും ഖുർആൻ ഇങ്ങനെ നിത്യമായും പാരായണം ചെയ്യും. ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കും. അതാ മുസ്ഹഫ് കയ്യിൽ പിടിച്ചിട്ട് ഖുർആൻ ഓതും. ആ ഖുർആൻ ഓതിയിട്ടോ സുബ്ഹാനല്ലാഹ്, എന്റെ ഉമ്മമാര് ശരിക്കും കേൾക്കണം, എന്റെ സഹോദരിമാര് ശരിക്കും കേൾക്കണം. ഇന്നിപ്പോ വാളുകൾ കൂടുതലാണ്, ഓൺലൈൻ മജ്ലിസുകളും കൂടുതലാണ്, കയ്യിനും കണക്കുമില്ലാത്തത്രയുണ്ട്. ഖുർആൻ ഖത്മോദി തീർക്കുന്ന ഉമ്മമാരെവിടെ? ഇത് പറയുമ്പോൾ എന്നോടൊരാൾക്കും വെറുപ്പ് തോന്നരുത്, വിഷമം തോന്നരുത്. പറയേണ്ടുന്ന ഹക്കുകൾ പറയാതിരിക്കാൻ കഴിയില്ല. ഖുർആൻ ഖത്മോദി തീർക്കുന്ന ഉമ്മമാരെവിടെ? കുടുംബത്തിലെ ഉമ്മാമ മരിച്ചാൽ മാത്രമാണോ ഖത്മുള്ളത്? ഉപ്പാപ്പ മരിച്ചാൽ മാത്രമാണോ? അപ്പോഴേക്ക് പിന്നെ ഗ്രൂപ്പിൽ കണക്കും പറഞ്ഞിട്ട് ഖത്മോദാൻ തുടങ്ങും. അപ്പൊ പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ കണക്കും പറഞ്ഞിട്ട് ഖത്മോദാൻ തുടങ്ങും. ഗ്രൂപ്പ് കണക്ക്, ഗ്രൂപ്പ് ഖത്മ. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒക്കെ നല്ല തന്നെയാണ്, നല്ലതിന് നല്ലത് ഉപയോഗപ്പെടുത്താലോ. എന്നാൽ ഉമ്മാമ മരിച്ചാൽ മാത്രമല്ല ഒരു ഖത്മുൽ ഖുർആൻ, ഉപ്പാപ്പ മരിച്ചാൽ മാത്രമല്ല ഒരു ഖത്മുൽ ഖുർആൻ. ഉപ്പാപ്പാന്റെ ഖബർക്ക് ഉമ്മാന്റെ ഖബർക്ക് അപ്പൊ മാത്രമല്ല, ആര് മരിച്ചാലും മരിച്ചില്ലെങ്കിലും അപ്പോഴൊക്കെ ഓതണം.
അപ്പോഴൊക്കെ ഓതണം, മരിച്ചവർക്കൊക്കെ ഓതി ഹദിയ ചെയ്യണം. അത് പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം മാത്രമാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം. സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറത്തുള്ളതോ ഒരു ഇസ്ലാമും വേറെ ഇല്ല. ഞാനത് കഴിഞ്ഞ രാത്രിയിൽ ഉദ്യാവരം 1000 ജമാഅത്തിൽ വാദ് പറഞ്ഞപ്പോൾ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് മാത്രം ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അതിനെ നിഷേധിക്കുന്ന ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. അതെല്ലാം ഓതണം. ആര് മരിച്ചാലും മരിച്ചില്ലെങ്കിലും നമുക്കൊരു രോഗം വന്നാല് ഞാൻ ഒരു തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോ തങ്ങൾ പറഞ്ഞ് പിന്നെ 41 ദിവസം ബദ്രീങ്ങളെ പേരിൽ യാസീൻ ഓതണം. അപ്പൊ മാത്രം യാസീൻ ഓതുന്നു, പിന്നെ യാസീനും ഇല്ല, അതിന്റെ മുമ്പും ഇല്ല പിന്നും ഇല്ല. അങ്ങനെ ആകാൻ പാടില്ല. തങ്ങന്മാർ പറഞ്ഞിട്ട് ഓതേണ്ടതാണ്. അത് മഹാന്മാർ പറഞ്ഞു തരുമ്പോ നമ്മൾ ഓതണ്ടെന്നല്ല. അസുഖം വന്നാലും വന്നില്ലെങ്കിലും ഖുർആൻ ഓത്ത്. അത് എന്റെ ഖബറിലേക്കുള്ള സമ്പാദ്യമാകണം, എന്റെ ആഖിറത്തേക്കുള്ള സമ്പാദ്യമാകണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ പാപ്പ പറഞ്ഞു, ഈ വീട്ടിലെ ഉമ്മ ജീവിതകാലത്ത് കുറെ അങ്ങ് ഖുർആൻ ഖത്മ് തീർത്തു. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഖത്മ് തീർത്തു. എന്നിട്ട് ഉമ്മമാരെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം. ആ ഉമ്മ ഖത്മിന്റെ എണ്ണം എങ്ങനെയാണ് എടുത്തു വെച്ചത് എന്നറിയോ? അതാ ഒരു ചരടുണ്ട്, ആ ചരടങ്ങെടുക്കും. അതാ നിങ്ങളതിനെന്താ പറയാന്നറിയില്ല, ചരട് തന്നെ. ചരട് എന്ന് പറഞ്ഞാൽ നൂലെടുക്കും. ആ നൂലെടുത്തിട്ട് ഈ ഉമ്മാമ ഒരു ഖത്മ് കഴിഞ്ഞാൽ ആ നൂലിന് ഒരു കെട്ടിടും, ഒരു കെട്ട്. അപ്പൊ ഒരു ഖത്മായി അടുത്ത ഖത്മായാൽ ഈ നൂലിന്റെ ചരടിന്റെ ഇപ്പുറത്ത് പിന്നെ ഒരു കെട്ടിടും. ഓരോ കെട്ടിന്റെ എണ്ണം അനുസരിച്ച് ഖത്മായി. ഇത് ആർക്കും അറിയില്ല, ഒരക്കാർക്കൊന്നും അറിയില്ല. മരണം അടുത്തപ്പോൾ ഈ ഉമ്മാമ പറഞ്ഞു, അത്തര മക്കളെ, ഇതാ അലമാരയിൽ കുറച്ച് ചരടുകളുണ്ട്, അത് നടുക്ക് കെട്ടാൻ ഞാൻ എടുത്തു വെച്ചതല്ല, അതേ കയ്യില് കെട്ടാൻ എടുത്തു വെച്ചതല്ല. സുബ്ഹാനല്ലാഹ്. ചില പെണ്ണുങ്ങന്മാര് കാലിന് ചരട് കെട്ടുന്നത് കാണാം. ഓ പെണ്ണുങ്ങന്മാരെ, കാലിന് ചരട് കെട്ടുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾ നടുവില് കെട്ടിക്കോളിയും കുഴപ്പമില്ല, തോളം കയ്യില് കെട്ടിക്കോളിയും കുഴപ്പമില്ല. കാലിന് ചരട് കെട്ടുന്നത് അത്ര നല്ലതല്ല, അത് കാണുന്നതിനും നല്ലതല്ല. നമ്മളിങ്ങനെ ചരട് കെട്ടുന്നത് നാലാളെ കാണിക്കണമെന്നില്ലല്ലോ. ഇതിന്റെ അർത്ഥം ചരട് കെട്ടാൻ പാടില്ല എന്നല്ല. മന്ത്രം ഇസ്ലാമിലുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. ഖുർആനിൽ ശിഫയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അത് ഓതൽ കൊണ്ട് ശിഫ ഉണ്ട്, ഓതിയിട്ട് ഊതൽ കൊണ്ട് ശിഫ ഉണ്ട്, ചരടിൽ ഊതി കെട്ടൽ കൊണ്ടും ശിഫ ഉണ്ട്. ഖുർആൻ മുഫസ്സിരീങ്ങൾ തഫ്സീറിന്റെ കിതാബിൽ ആ ശിഫായിന്റെ വ്യത്യസ്തമായ ഇനങ്ങൾ വിവരിച്ചതാണ്. പക്ഷേ ഈ ഉമ്മ എന്താ ചെയ്തത്? മരണം സമീപിച്ചപ്പോ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മരുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അതാ എന്റെ അലമാരയിൽ കുറെ ചരടുകളുണ്ട്, ആ ചരടുകൾ മുഴുവനും ഞാൻ എന്റെ ജീവിതകാലത്ത് ഓതിയ ഖുർആനിന്റെ ഖത്മിന്റെ എണ്ണമാണ്. അത് ഞാനങ്ങ് മരിച്ചാൽ എന്റെ കഫൻ വസ്ത്രത്തിന്റെ ഉള്ളിൽ ആ കെട്ടിയ ചരടുകളൊന്നും എനിക്കൊന്ന് വെച്ച് തരുമോ? എന്തേ കാരണം? എനിക്കെന്റെ ആ ചരട് കൊണ്ട് ഖബറിൽ രക്ഷപ്പെടണം, എന്റെ ഖുർആനോത്ത് കൊണ്ട് ഖബറിൽ രക്ഷപ്പെടണം, എനിക്കെന്റെ മഹ്ശറിൽ രക്ഷപ്പെടണം. വേറെ ഇൽമൊന്നും എനിക്കില്ല എന്ന് മക്കളെ വിളിച്ച് മരുമക്കളെ വിളിച്ച് ഈ അലമാരയിൽ തുറക്കാൻ പറഞ്ഞ് ചരട് കാണിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, ആ ചരട് മരിച്ചാൽ കഫൻ തുണിയിൽ വെച്ച് തരണമെന്ന് വസിയത്ത് ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞ ഉമ്മാമമാർ ഞങ്ങളെ നാട്ടിൻ പുറങ്ങളിൽ ഈ അടുത്ത കാലങ്ങളിൽ വരെ കഴിഞ്ഞു പോയില്ലേ? ആ ഉമ്മാമമാര് കാട്ടിക്കൊണ്ട് ജീവിതത്തിൽ നിലനിർത്തി പോന്ന അല്ലാഹുവിന്റെ ദീനുമായിട്ടുള്ള ബന്ധം, ഖുർആനുമായിട്ടുള്ള ബന്ധം, അത് ഒരിക്കലും കൈവിടാതെ അതേ പിന്നീട് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ മക്കളെ പരമ്പരകളിലൂടെ അതേ
പേരമക്കളുടെ പരമ്പരകളിലൂടെ നിലനിർത്തുന്ന നല്ല ദീനീ ബോധമുള്ള ഉമ്മമാരായി മാറണം എന്ന് എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പുരുഷന്മാരായി മാറണമെന്ന് സാധുവായ ഞാൻ എന്റെ അമ്മാനത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാല് തൽക്കാലം ഒന്ന് നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇതുപോലെ ഞങ്ങളെ ജീവിതത്തില് ഞങ്ങളെ സംബന്ധിക്കുന്ന ധാരാളം നല്ല നല്ല മജ്ലിസുകൾ, ഇതെല്ലാം അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കാൻ നീ കാരണമാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്തു. അങ്ങനെ ധാരാളം ഇബാദത്തുകളെ വാരിക്കൂട്ടാൻ ഉതകുന്ന നല്ല മാസമാണ് റജബ്, നല്ല മാസമാണ് ശഅബാൻ, വരാൻ പോകുന്ന ഏറ്റവും മഹത്വമുള്ള മാസമാണ് റമളാൻ. അതിന് ഖാജാ തങ്ങളുടെ ആണ്ട് നേർച്ചയുടെ സദസ്സ് നമുക്ക് വലിയ പ്രേരകമാകണം എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വഅദ് നിർത്തുന്നു. ഞങ്ങളെ മജ്ലിസിന് ആത്മീയമായ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങളുപ്പാപ്പ അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലോട്ട്, നമ്മുടെ വേദിയിലോട്ട് കടന്നു വരുന്നു. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല മഹാനവരുകൾക്കും നമ്മുടെ മറ്റു എല്ലാ സാദാത്തുക്കൾക്കും അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ബിബറകത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ മഹത്തായ ലത്തീഫിയ സ്ഥാപനം ബഹുമാനപ്പെട്ട സയ്യിദ് മുട്ടൻ തങ്ങളുപ്പാപ്പ, ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശരീഅ, ശൈഖുന ഉസ്താദുൽ അസാതീദ് നവ്വറല്ലാഹു മർഖദ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെന്നെയാണ് ദീന്. അവരൊന്നു പറഞ്ഞാൽ പിന്നെ ഏത് കിതാബിലുണ്ടെന്നൊരു ചോദ്യമല്ല. അങ്ങനെയാ അവരെ അംഗീകരിക്കുന്ന സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അവർ പറയുന്നതാണ് ദീന്, അവർ ചെയ്തതാണ് ദീന് എന്ന് ഉറപ്പിച്ചു പറയാം. പിന്നെ മുൻകിരീങ്ങൾ ഉണ്ടാകുമ്പോൾ, നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ വേറെ തെളിവുകളും മറ്റൊക്കെ നിരത്തേണ്ടി വരും. അല്ലാതെ നമുക്ക് താജുശ്ശരീഅ നവ്വറല്ലാഹു മർഖദ മഹാനവരുകളുടെ പ്രസംഗം നമുക്ക് ദീനാണ്. പിന്നെ നമുക്കത് ചെയ്യാന് നമ്മൾ വേറെ ഏത് കിതാബിലുണ്ടെന്ന് തേടി നടക്കണം. പഠിക്കാൻ വേണ്ടി നോക്കാം, അത് ഏത് കിതാബിലുണ്ടെന്ന് നോക്കാം, അതിന് വിരോധമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട മുട്ടന്തങ്ങൾ ഉപ്പാപ്പ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഇനിയും കുറേ കാലം നല്ല ആഫിയത്തോടുകൂടെ തങ്ങളുപ്പാപ്പാക്ക് അല്ലാഹു ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശരീഅ നവ്വറല്ലാഹു മർഖദ ഉസ്താദുൽ അസാതീദ്, മഹാനവരുകളുടെ സംസാരം ദീനാണ്, മഹാനവരുകളുടെ മഖ്ബറ ദീനാണ്, മഹാനവരുകളുടെ നടത്തം ദീനാണ്, മഹാനവരുകളുടെ ചെയ്തികൾ ദീനാണ്. നമുക്കത് ദീനാണ്. അല്ലാഹു ആ മഹാനരോട് കൂടെ ഞങ്ങളെല്ലാം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ.